ഞാൻ അവളോട് പറഞ്ഞില്ല. എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല. നീ അവളോട് പറയാൻ പാടില്ലായിരുന്നു. എനിക്ക് അവളോട് പറയാൻ കഴിയുമായിരുന്നില്ല. വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചോ? പറഞ്ഞില്ല, പറയാൻ കഴിഞ്ഞില്ല, പറയാൻ കഴിയുമായിരുന്നില്ല, പറയാൻ പാടില്ലായിരുന്നു. ഈ സ്ക്രീനിൽ എഴുതി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പറഞ്ഞില്ല, പറയാൻ പാടില്ലായിരുന്നു, പറയാൻ കഴിയുമായിരുന്നില്ല, പറയാൻ കഴിഞ്ഞില്ല. അപ്പം ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വ്യത്യാസത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പം നിങ്ങൾ നോക്കാം. ഞാൻ അവളോട് ആ സത്യം പറഞ്ഞില്ല. പറയുക എന്ന് പറയുന്ന വാക്ക് എന്താണ്? ചെല്ലാണ് അല്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ എന്താണ്? ഇതുവരെ പറഞ്ഞില്ല എന്നൊന്നുമില്ല. ഞാൻ ഇന്നലെ അവളോട് ആ സത്യം പറഞ്ഞില്ല. ഐ ഡിൻറ്റ് ടെൽ ഹർ ദ ട്രൂത്ത്. ദ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ആ സത്യം. നമ്മളിത് പാസ്റ്റിലാണ് പറഞ്ഞത്. ഐ ഡിൻറ്റ് ടെൽ ഹർ ദ ട്രൂത്ത്. ഇത് നമ്മൾ പാസ്റ്റിൽ പറഞ്ഞില്ല എന്ന് പറയാൻ. മനസ്സിലായല്ലോ? ഐ ഡിഡിൻറ്റ് ടെൽ ഹർ ദ ട്രൂത്ത്. അവളോട് ഞാൻ ആ സത്യം പറഞ്ഞില്ല. ഇനി എനിക്ക് അവളോട് ആ സത്യം പറയാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനെന്നാണ് ആദ്യം പറഞ്ഞത്. ഇനി ഞാൻ പറയണത് എനിക്ക് അവളോട് ആ സത്യം പറയാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറയേണ്ടതാണ് ഐ എന്ന വാക്കിന് ഞാനെന്നും എനിക്കെന്നും അർത്ഥമുണ്ടെന്ന് ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറയുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഐ തന്നെ. എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞില്ല എന്നാണ്, അല്ലെങ്കിൽ എനിക്ക് അവളോട് പറയാൻ പറ്റിയില്ല എന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയണം? ഐ കുഡ് നോട്ട്, ഐ couldn't tell her the truth. ക്ലിയർ ആയോ? പറ്റിയില്ല അല്ലെ കഴിഞ്ഞില്ല. ഐ couldn't tell her the truth. പറഞ്ഞില്ല, പറയാൻ കഴിഞ്ഞില്ല. ഇനി എനിക്ക് അവളോട് ആ സത്യം പറയാൻ കഴിയുമായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം അവൾക്ക്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾക്ക് വീട്ടിൽ എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളിൽ ഇരിക്കുകയായിരിക്കാം. അപ്പൊ എനിക്ക് അവളോട് ആ സത്യം പറയാൻ കഴിയുമായിരുന്നില്ല. ഇതൊരു കഴിച്ചിലിന്റെ കാര്യം തന്നെയാണല്ലേ, പാസ്റ്റ് ആണ്. അപ്പോ എനിക്ക് ഐ കുഡിൻറ്റ് ഹാവ്, ടെൽ എന്തായി മാറും? ഹാവ് ആണ്, ടോൾഡ് ആയി മാറും. ഐ കുഡിൻറ്റ് ഹാവ് ടോൾഡ് ഹർ ദ ട്രൂത്ത്. അപ്പൊ കഴിയുമായിരുന്നില്ല, പാസ്റ്റ് ആണ്. ഇനി ഞാൻ ആ സത്യം അവളോട് പറയാൻ പാടില്ലായിരുന്നു. ശ്രദ്ധിച്ചല്ലോ, പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ പറഞ്ഞു പോയേ, പറയാൻ പാടില്ലായിരുന്നു. ഐ ഷുഡിൻറ്റ് ഹാവ് ടോൾഡ് ഹർ ദ ട്രൂത്ത്. വ്യത്യാസം ശരിയൊക്കെ പ്രശ്നം വന്നല്ലേ? എവിടെയൊക്കെയോ ഒരു പ്രശ്നം വന്നു. സാരമില്ല. ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറയണമെങ്കിൽ കുഡിൻറ്റ് വേണം. ഇനി ആ ഒരു സാഹചര്യം എനിക്ക് കഴിയുമായിരുന്നില്ല, ഈ കഴിയുക, ഈ അവസ്ഥ, ഈ എബിലിറ്റി, ഇത് പറയണമെങ്കിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടത് കുഡിൻറ്റ് അല്ലെങ്കിൽ കുഡിൻറ്റ് ഹാവ്. ഇനി പാസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം ഡിഡിൻറ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ്. ഇനി ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ചെയ്തു പോയി, അതിന് നമ്മൾ ഷുഡിൻറ്റ് ഹാവ്. ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ കൃത്യമായിട്ടും ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ കഴിയുമെങ്കിൽ ഞാൻ അവിടെ ലിങ്ക് കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒരു 2-3 സെന്റൻസ് കൂടെ ഈ വ്യത്യാസത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവേ. അതായത്, ഞാൻ അവളെ വിശ്വസിച്ചില്ല. ഇനിയോ, എനിക്ക് അവളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇനി എന്താണ്? നീ അവളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് അവളെ വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ എന്താണ്? വിശ്വസിക്കാൻ ഞാൻ വിശ്വസിച്ചില്ല, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, വിശ്വസിക്കാൻ പാടില്ലായിരുന്നു, വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. വ്യത്യാസം പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൊന്ന് വരട്ടെ. മനസ്സിലായോ? വിശ്വസിച്ചില്ല, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല, വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. വിശ്വസിക്കുക എന്ന് പറയുന്ന വാക്കെന്താണ്? ട്രസ്റ്റ് ആണ്. ഞാൻ അവളെ വിശ്വസിച്ചില്ല. ഐ ഡിഡിൻറ്റ് ട്രസ്റ്റ് ഹർ. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ചിന്തിക്കുമ്പോൾ ഹാസ് ഹാവ് എന്നൊക്കെ വേണ്ടേ എന്നുള്ളത്. അപ്പൊ ആ ടെൻസുകളിലോട്ടൊന്ന് പോകുക കേട്ടോ. കഴിഞ്ഞ കാര്യത്തിൽ നമ്മളിത് ചെയ്തില്ല എന്ന് പറയാം. പാസ്റ്റ്, ഐ ഡിഡിൻറ്റ് ട്രസ്റ്റ് ഹർ. ഞാൻ അവളെ വിശ്വസിച്ചില്ല. എനിക്ക് അവളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
I couldn't trust her. I couldn't trust her. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അവളുടെ വർത്തമാനവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയി. വിശ്വസിക്കാൻ പാടില്ലായിരുന്നു. I shouldn't have trusted her. V3. I shouldn't have trusted her. പറഞ്ഞതൊക്കെ നേരായിരുന്നെങ്കിൽ പോലും എനിക്ക് അവളെ വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അവളുടെ നേരത്തെ സ്വഭാവമൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. I couldn't have trusted her. ഇനി ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് എപ്പോഴും couldn't ആണ് വേണ്ടത്. അവിടെ നിങ്ങൾ didn't ചേർക്കരുത്. ചെയ്തില്ല എന്ന് പറയാൻ didn't വേണം. കഴിയുമായിരുന്നില്ല എന്ന് പറയാൻ couldn't have വേണം. ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാൻ shouldn't have വേണം. ഇത് 1-2 വട്ടം ഈ ക്ലാസ് ഒന്ന് കേൾക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. 1-2 വട്ടം കേട്ടാവുമ്പോൾ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ഇന്ന് ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ ഇവരെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് കൊടുക്കുക. എ എന്നും ബി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത് ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ബെൽ ബട്ടൺ അമർത്തണം, എങ്കിലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസവും ഞാൻ കമന്റ് ബോക്സിൽ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അത് ചെയ്തില്ല. കാരണം നിങ്ങളുടെ ഫോണിലോട്ട് അത് എത്തിയിട്ടില്ല. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് തന്നെ വെക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, സെൻറ്റൻസ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചിട്ട് അത് കമൻറ്റ് ബോക്സിൽ എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ നോക്കൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആദ്യമൊക്കെ ഒരു പ്രശ്നം വരും, പിന്നെ ആകുമ്പോൾ നമ്മളത് എന്തായി ഇവഞ്ച്വലി അത് നമുക്ക് ടാറാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.